പുതിയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നതിന്റെ 5ാം വാർഷികമാണിന്ന്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന ശേഷം നീണ്ട 34 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചത്. 2030 രാജ്യത്ത് സാർവത്രിക സ്കൂൾ വിദ്യാഭ്യാസം, 2035 സാർവത്രിക ഉന്നത വിദ്യാഭ്യാസം ഇവയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പഠന നിലവാരത്തിൽ മാത്രമല്ല, മൂല്യനിർണ്ണയ രീതികളിലും സമഗ്ര മാറ്റങ്ങളാണ് നമ്മുടെ ഈ പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ എംപ്ലോയബിലിറ്റി എന്ന മേഖലയിലും വലിയ മാറ്റങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. മികച്ച നിലയിൽ വിദ്യാഭ്യാസം നേടിയ പലരും ഉയർത്തുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു: നല്ലൊരു ജോലി ലഭിക്കുന്നില്ല. അതിന്റെ മറുവശത്ത് വ്യവസായ വാണിജ്യ മേഖലകളിലുള്ളവർ ഉയർത്തുന്ന പരാതി മറ്റൊന്നായിരുന്നു: തങ്ങൾക്ക് ആവശ്യമായ ജീവനക്കാരെ ലഭിക്കുന്നില്ല എന്നതായിരുന്നു അവരുടെ പരാതി. ഇതെല്ലാം മറികടക്കുന്ന വിധത്തിൽ തൊഴിൽക്ഷമതയുള്ള യുവശക്തിയെ വൻതോതിൽ പരിശീലിപ്പിക്കുന്നതിനും പുതിയ വിദ്യാഭ്യാസ നയം വലിയ പിന്തുണയാണ് നൽകുന്നത്. ഈ പുതിയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ച് 5 വർഷം പൂർത്തിയാകുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളാണ് കൈവരിക്കാനായത്? വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവർ തന്നെ ഇതേക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ആകാശവാണിയുടെ പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന ഈ ചർച്ചയിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ, തിരുവനന്തപുരം സംസ്കൃത കോളേജ് വ്യാകരണ വകുപ്പ് മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ പ്രദീപ് വർമ്മ, കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയത്തിന് കീഴിലുള്ള സിഡാക്കിന്റെ സീനിയർ ഡയറക്ടറും സയന്റിസ്റ്റുമായ എസ് രാജശ്രീ എന്നിവരാണ് പങ്കെടുക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വിജയകരമായി നടപ്പാക്കിയതിന്റെ 5ാം വാർഷികമാണ്. എന്താണ് ഈ NEP എന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ സവിശേഷതകൾ? അതേക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമുക്ക് ഡോക്ടർ ജി ഗോപകുമാർ സംസാരിക്കുന്നത് കേൾക്കാം. എന്താണ് സാർ ഇതേപ്പറ്റി പറയാനുള്ളത്? ഇന്ന് ലോകം ഒരു വൈജ്ഞാനിക ലോകമായി മാറിയിരിക്കുകയാണ്. അറിവിൻ്റെ സമ്പദ് വ്യവസ്ഥയും വൈജ്ഞാനിക വളർച്ചയും ബൗദ്ധിക രംഗത്തുള്ള പുരോഗതിയും എല്ലാം പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കാരങ്ങളും അതിലെടുക്കുന്ന നയപരമായ തീരുമാനങ്ങളും നടപ്പിലാക്കുന്നതിലുമാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഡോക്ടർ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ 5 വർഷം മുമ്പ് നടപ്പിലാക്കിയ ഈ പദ്ധതിക്ക് വലിയ സാധ്യതയാണ് ഉള്ളത്. നമുക്കറിയാം, ജനസംഖ്യയിലെ 52% ആൾക്കാർ 26 വയസ്സിന് താഴെയുള്ളവരാണ് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള വലിയ ചുമതലയാണ്. പക്ഷേ നിർഭാഗ്യകരമായി പറയട്ടെ, ഒരു വലിയ പരിധിവരെ താഴെ തട്ടിൽ ഇത് എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമുക്കറിയാം, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോയുടെ കണക്കെടുത്താൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ പോലും 50% തികഞ്ഞിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 27.5% ഇന്നത്തെ കണക്കനുസരിച്ച്. എന്നാൽ 2030 ആകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത് 50% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ മാറണം. സ്കൂൾ എഡ്യൂക്കേഷനിൽ തീർച്ചയായിട്ടും അത് 100% ആകണം. ഇത് വളരെ എളുപ്പം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല. ഗുണപരമായും ഗണപരമായും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. അതാണ് ഈ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പദ്ധതിയിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന് ഓടിച്ചു പറഞ്ഞാൽ, ഒന്ന്, സ്കൂൾ ലെവലിൽ 5+3+3+4 എന്ന് പറയുന്നൊരു സമ്പ്രദായമാണ്. കോളേജ് ആകട്ടെ അണ്ടർ ഗ്രാജുവേഷൻ ലെവലിൽ 4 വർഷത്തെ പ്രോഗ്രാം ആണെങ്കിലും അത് ഓണേഴ്സ് ഡിഗ്രിയുള്ള പ്രോഗ്രാമാണ്. ഇത് 3 വർഷം കൊണ്ട് വേണമെങ്കിലും നിർത്തിയിട്ട് പോകാം. പക്ഷേ എക്സിറ്റ് ആൻഡ് എൻട്രി ഓപ്ഷൻ ഉള്ളത് കൊണ്ട് കോഴ്സ് തുടരുന്നതിനും ഇടയ്ക്ക് വെച്ച് നിർത്തി വീണ്ടും ജോലി കിട്ടിയിട്ട് ഇടയ്ക്ക് വന്ന് വീണ്ടും പഠിക്കാൻ പറ്റുന്ന അവസരമുണ്ട്. മാത്രമല്ല, ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സസ്, ഒരുപാട് സാധ്യതയുള്ള നൈപുണ്യ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന കാര്യങ്ങളാണ് ഈ ഗ്രാജുവേറ്റ് കോഴ്സിൽ ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ പറയുന്നത്. ഇതിന് പുറമെ പോസ്റ്റ് ഗ്രാജുവേഷൻ 1 വർഷത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അതില്ലാത്തവർക്ക് 4 വർഷം കൊണ്ട് നിർത്താം. അതെല്ലാം 3 വർഷം കൊണ്ട് ഗ്രാജുവേഷൻ മതിയെങ്കിൽ അത് മതി. അപ്പോൾ ഈ തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു അപ്രോച്ചാണ്. ഇതിന് പുറമെ ഗവേഷണ രംഗത്ത് വലിയ സാധ്യതയാണുള്ളത്. വിദ്യാഭ്യാസ രംഗത്തിന് ജനറലായിട്ട് GDP-യുടെ 6%, അതേസമയം ഉന്നത വിദ്യാഭ്യാസ രംഗവും ഗവേഷണവും 3% GDP-യുടെ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വന്നാൽ, ഈ രീതിയിലുള്ള സാമ്പത്തിക സഹായം വന്നാൽ, നല്ല രീതിയിൽ ഇതിന്റെ പ്രവൃത്തി ആരംഭിച്ചാൽ ഘട്ടഘട്ടമായി നമുക്ക് പുരോഗതി നേടാം. ഇപ്പോൾ 2035 ഇത് അവസാനിക്കേണ്ടത്. 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി 10 വർഷമേ ഉള്ളൂ. ഈ 10 വർഷത്തിനിടയ്ക്ക് നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരണം. ആനുകാലികമായ സിലബസ് വേണം. അതോടൊപ്പം തൊഴിലവസരങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കണം. പരമ്പരാഗതമായ ഏജൻസികൾ മാറ്റി പുതിയ ഏജൻസികൾ വരുന്നു. അത്തരത്തിലുള്ള മാറ്റങ്ങൾ പൊതുവിൽ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം. അത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആകണം. അതേസമയം കൂടുതൽ കോഴ്സുകൾക്ക് അവസരം നൽകണം. നൈപുണ്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. ആനുകാലിക ലോകത്ത് നമ്മുടെ കുട്ടികൾ തൊഴിലവസരം ഇല്ലാതെ പോകരുത്. കൂടുതൽ തൊഴിലവസരം കിട്ടണം. അതോടൊപ്പം രാജ്യത്തിന് വലിയൊരു സാമ്പത്തിക ശക്തിയാക്കി ഒരു വികസിത രാജ്യമായി മാറണമെങ്കിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഘടനയിലൊരു മാറ്റം ഉണ്ടായി, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഘടനയിൽ. അത് പ്രധാനപ്പെട്ട ഒന്നാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയിലുണ്ടായ മാറ്റം. അതേപ്പറ്റി കൂടി കേൾക്കാൻ നമ്മുടെ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ടാകും. അതേപ്പറ്റി നമ്മുടെ ഡോക്ടർ പ്രദീപ് വർമ്മ നമ്മളോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ വലിയൊരു മാറ്റമാണ് NEP ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പരമ്പരാഗതമായൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ന് +2 തലത്തിൽ. പണ്ട് പ്രീ ഡിഗ്രി ആയിരുന്നു, പിന്നീട് +2 ആയപ്പോൾ ഒരു പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. കാരണം അത് മാത്തമാറ്റിക്സ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് NEP ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. സുതാര്യമായിരിക്കുന്ന എന്നാൽ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് സ്ട്രക്ചറാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ആർട്സ് എന്ന അല്ലെങ്കിൽ കോമേഴ്സ് എന്ന വിഷയവിഭജനം ഈ ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവില്ല എന്നാണ് NEP ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫിസിക്സ് എടുക്കുന്ന ഒരു കുട്ടിക്ക് കോമേഴ്സ് എടുക്കാം, അതിൻ്റെ കൂടെ മ്യൂസിക് എടുക്കാം. പണ്ട് ഫിസിക്സ് എടുക്കുന്ന ആൾക്ക് അങ്ങനെ പാടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു തലത്തിലേക്ക് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്ന രീതിയിലേക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ എന്താ ഗുണം എന്ന് വിചാരിച്ചാൽ കുട്ടികൾക്ക് അവർക്കിഷ്ടപ്പെട്ട കോഴ്സുകൾ എന്തൊക്കെയാണ് അത് സ്വീകരിക്കാനുള്ള ഒരു ഫ്രീഡം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. സാറ് പറഞ്ഞു 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സിനെയാണ് ഒന്നിച്ച് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 വർഷമാണിപ്പോൾ ഇനി ഹയർ സെക്കൻഡറി. 9, 10, 11, 12. ഇതുവരെ ഉണ്ടായിരുന്നത് മാർക്ക് കേന്ദ്രീകൃതമായിരുന്നു. ഇനി ആ മാർക്ക് കേന്ദ്രീകൃതം എന്നത് മാറ്റിയിട്ട് കുട്ടികൾക്ക് വലിയൊരു ബേഡനാണ് ഈ മാർക്ക് കേന്ദ്രീകൃതം എന്നുള്ളത്. അത് മാറ്റിയിട്ട് അവർക്ക് ഒരു പരിജ്ഞാന കേന്ദ്രീകൃതം, അവരുടെ അറിവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരീക്ഷകളും ഇതൊക്കെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വൊക്കേഷൻ എഡ്യൂക്കേഷൻ കൊണ്ടുവരാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. AI സാധ്യതകളെ ഹയർ സെക്കൻഡറിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക ഹയർ സെക്കൻഡറി കുട്ടികൾക്ക്. ഇന്ന് നമുക്കതില്ല, ഇന്നത്തെ ഒരു പഠന പദ്ധതിയിൽ അതില്ല. പക്ഷേ അത് ദീക്ഷ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും, അതിലൂടെ കുട്ടികളുടെ സർവ്വതോമുഖമായ ഒരു വളർച്ച നമ്മുടെ രാജ്യത്തുണ്ടാവണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ പരിഷ്കരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ സംസ്കൃതം പോലുള്ള ഭാഷകൾക്കൊരു അനുകൂലമായ സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ വലിയ മാറ്റങ്ങൾ ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ആളുകളിൽ അതൊക്കെ ഉണ്ടാവുമെന്ന് കരുതാം. പക്ഷേ നമുക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ മാത്രമല്ല, അതിന് മുകളിലേക്ക് പോയാലും വലിയ മാറ്റങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ താല്പര്യമുള്ള വിഷയങ്ങളെടുത്ത് പഠിക്കാനാകുക. അതേപ്പറ്റി ശ്രീമതി S. രാജശ്രീക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾക്ക് ഒരു ചട്ടക്കൂടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ പോയാൽ, എനിക്ക് ഇന്ന വിഷയങ്ങൾ പഠിച്ചാൽ മുന്നോട്ട് ഇന്ന വിഷയങ്ങൾ എടുത്ത് പഠിക്കാം. എഞ്ചിനീയറിംഗ് ആവട്ടെ, മെഡിസിൻ ആവട്ടെ, അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, അല്ലെങ്കിൽ ഏത് തരം വിദ്യാഭ്യാസമാവട്ടെ. ഇപ്പോൾ പുതിയ ഈ പോളിസിയിൽ വളരെയധികം പുതിയ സബ്ജക്ട്സ്, ഒരു കോമ്പിനേഷൻ എടുക്കാൻ ഒരു ഫ്ലെക്സിബിലിറ്റി വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലൈഫ് സ്കിൽ എന്ന് പറയും, ജീവിക്കാനുള്ള ഉതകുന്ന കഴിവ് കൊടുക്കുക. അത് എൻറ്റയർലി മിസ്സിംഗ് ആണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇല്ലാത്ത ഒരു ഘടകമാണ് ആ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസം എടുക്കുകയാണെങ്കിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യത്തെ വിഷയങ്ങളിൽ പ്രധാനമായിട്ട് ലൈഫ് സ്കിൽസ് ഉണ്ട്. ജീവിക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ പാകപ്പെടുത്തുക എന്നുള്ള ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ ആ കടമ അല്ലെങ്കിൽ ആ ദായിത്വം പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ തരുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന് എത്രത്തോളം ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഇതൊന്നും മുമ്പത്തെ സ്ട്രക്ചറിൽ നമ്മൾ ചിന്തിക്കാൻ കൂടി കഴിയാവുന്ന സാധ്യതയില്ല. ഇപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞ പല സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ആ കുട്ടിക്ക് സിവിൽ, മെക്കാനിക്കൽ, അവരെല്ലാവരും ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ നിന്ന് ഒരു ഔട്ട്കം ഉണ്ടാവണമെങ്കിൽ അത് പലതരത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് ഉണ്ടാവണമെന്നുള്ള ബോധ്യം വരികയും, അത് ഇപ്പോൾ ടെക്നിക്കൽ മേഖല അല്ലെങ്കിൽ സാങ്കേതിക മേഖല മാത്രമല്ല, ചിലപ്പോൾ അതിനകത്ത് ഹ്യൂമാനിറ്റീസ് വരാം, സയൻസ് വരാം. അപ്പോൾ അങ്ങനെയുള്ള പല മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നോക്കുന്നത്. മാത്രമല്ല, പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കിത് പറ്റിയ ഒരു മേഖലയല്ല. അപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ് എന്നുള്ള ആ പുതിയ സമ്പ്രദായം വെച്ച് എനിക്ക് അവിടെ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് പുറത്തുപോയി എനിക്ക് ഉതകുന്ന ഒരു മേഖല ഒന്നുകിൽ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഒരു
വർഷം എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. ഞാൻ അവിടെ ബ്രേക്ക് ചെയ്ത് ഞാൻ പോയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഒരുപക്ഷെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ചു വരാം. അപ്പൊ ക്രെഡിറ്റ് അക്യൂമുലേഷൻ സിസ്റ്റം ഇതും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ NEP-യിൽ. അപ്പൊ ഇതുപോലെ ഒരു വ്യക്തിയെ എല്ലാ തരത്തിലും ഒരുപാട് സാധ്യതകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണ്. നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ മറ്റൊന്നും പഠിക്കേണ്ട എന്നുള്ള തോന്നൽ പണ്ടൊക്കെ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. അതൊക്കെ മറികടക്കാൻ ഈ NEP സഹായിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം നമ്മളൊക്കെ പണ്ട് കണ്ടിരിക്കുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പരീക്ഷ എന്നൊക്കെ പലരും കരുതായിരിക്കും. ഈ പരീക്ഷ പേടി മാറ്റാനായിട്ട് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസത്തിൽ നിരവധി മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഡോക്ടർ പ്രദീപ് വർമ്മ അതേപറ്റി പറയും. അത് വളരെ ശരിയാണ്. ഇന്ന് ഈ എഡ്യൂക്കേഷൻ പോളിസി നമുക്ക് തന്നിരിക്കുന്നത് തന്നെ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം എത്രത്തോളം കുറക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പുതിയ വിദ്യാഭ്യാസ രീതികൾ അത് നടപ്പാക്കുന്ന സമയത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം വളരെയധികം കുറയുമെന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാർഷിക പരീക്ഷ 10 മുതലുള്ള വാർഷിക പരീക്ഷ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പാക്കാനുള്ള ഉദ്ദേശം. പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു മാർക്കിനെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു പഠനരീതി, ആ പഠനരീതി മാറണമെന്നാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൽ നിന്ന് മാർക്കല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, അങ്ങനെ ഒരു ചിന്ത. കാരണം ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാവുന്ന പ്രശ്നങ്ങളെ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കേവലം മാർക്ക് മാത്രം വാങ്ങി ജയിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കണമെന്നില്ല. ഒരു സ്റ്റുഡൻറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പഠന പദ്ധതിയാണ് CBSE-യിലും ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ വളരെ വിശാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ ജീവിതത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം, ഉപയോഗപ്രധാനത എന്നൊരു പ്രധാന ഘടകമാണ് വിദ്യാഭ്യാസത്തിൻ്റെ. അപ്പോൾ ഈ ഉപയോഗത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് ചിന്തിക്കാനും അതുപോലെ അർത്ഥമറിഞ്ഞ് ചിന്തിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാമിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന മാനസിക ടെൻഷൻ ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല 2 പരീക്ഷ എന്നത് ഇപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ്. കുട്ടികൾക്ക് ബെസ്റ്റ് ഓഫ് 2 എടുക്കാം. പരീക്ഷ 2 സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭാരം ഒന്ന് ലഘൂകരിക്കാൻ സാധിക്കുന്നുണ്ട്. അനേക വിഷയങ്ങളെ അവർക്ക് കണ്ടെത്താനും പഠിക്കാനും, ഉദാഹരണത്തിന് ആർട്സ്, സ്പോർട്സ്, അതുപോലെ മ്യൂസിക്, യോഗ, ഇതൊക്കെ ഈ CBSE ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നിന്നും വലിയൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. തനിക്ക് ഏത് ഫീൽഡാണ് അല്ലെങ്കിൽ ഏതിലേക്കാണ് എനിക്ക് താല്പര്യം കൂടുതൽ, അല്ലെങ്കിൽ എൻ്റെ സാമർഥ്യം ഏതിലാണ് എന്ന് സ്വയം കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു സഹായം ഈ CBSE-യിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ പോളിസി നൽകുന്നുണ്ട്. ശരിയാണ്. നമുക്ക് അടുത്ത കുറച്ചു കാലം വരെ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മാറ്റമാണ് പ്രത്യേകിച്ച് പരീക്ഷയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഇതിലൊരു പഞ്ചസങ്കല്പമാണ്. ഈ പഞ്ചസങ്കല്പം എന്താണെന്ന് വിശദീകരിക്കാമോ ഡോക്ടർ ജി ഗോപകുമാറിന്? തീർച്ചയായിട്ടും. നമ്മുടെ രാജ്യം അത് കഴിഞ്ഞ 78 വർഷത്തിനിടയ്ക്കുണ്ടായ മാറ്റങ്ങൾ വളരെ നിർണായകമാണ്. പക്ഷെ അതിൻ്റെ ചരിത്രം വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈവൻനെസ്, അതല്ലെങ്കിൽ സമതുല്യത ഇല്ലാത്ത ഒരു സങ്കീർണത നിറഞ്ഞ വൈവിധ്യത നിറഞ്ഞ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് മേഖലയിലുള്ള വിദ്യാഭ്യാസ പുരോഗതിയല്ല ദക്ഷിണേന്ത്യയിൽ വരുന്നത്, പശ്ചിമ മേഖലയിലുള്ളതല്ല ഉത്തരമേഖലയിൽ വരുന്നത്. ഇപ്പോൾ ചുരുക്കം വിദ്യാർത്ഥികളെല്ലാം ജീവിക്കുന്നതും അവരുടെ കഴിവും എല്ലാത്തിലും ചരിത്രപരമായ ഒരുപാട് പരിമിതികളുണ്ട്. അതേസമയം ഒരു ജനാധിപത്യ യുഗത്തിൽ നമുക്ക് വേണ്ടത് ഒരു മാസീവായിട്ട് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം വരണം. അതല്ലാതെ ഒരു വരേണ്യ വിഭാഗത്തിന് മാത്രം വിദ്യാഭ്യാസം കിട്ടുന്ന ആ കാലമൊക്കെ പോയി. ഇന്ന് സാർവത്രിക വിദ്യാഭ്യാസം വിജയിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ വേണം, അതിനനുസരിച്ചുള്ള ഗുണപരമായ സിലബസും കാര്യങ്ങളും വേണം, സാധാരണക്കാരന് പ്രാപ്യമാകണം, അത് എത്തിപ്പിടിക്കണം. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഒരു ജനാധിപത്യ ക്രമത്തിൽ വിദ്യാഭ്യാസം സാമ്പത്തിക ശക്തിയുള്ളവർക്ക് മാത്രമേ ആകാവൂ എന്നൊരു സാഹചര്യം ഒരിക്കലും നല്ലതല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി ഡോക്ടർ കസ്തൂരിരംഗൻ കമ്മിറ്റി ഏറ്റവും വളരെ പ്രധാനമായി നൽകിയ റെക്കമെൻഡേഷനാണ് ഈ പഞ്ചസങ്കല്പം. ഓരോന്നായി ഞാൻ വളരെ ബ്രീഫായിട്ട് അതൊന്ന് വിവരിക്കാൻ ശ്രമിക്കാം. ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. ആക്സസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം എല്ലാവർക്കും വേണം. ഒരാൾക്കൊരു 200 കിലോമീറ്റർ അപ്പുറത്താണ് ഇല്ലെങ്കിൽ 20 മലകൾ കടന്നാണ് വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിന് പോലും അയാൾ പോകത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത്, വീട്ടിനടുത്ത് നമുക്ക് വിദ്യാഭ്യാസം കയ്യെത്തുന്ന ദൂരത്തിൽ വേണം. അതിനുള്ള സാഹചര്യം വേണം, അതിനുള്ള സ്ഥാപനം വേണം, അധ്യാപകർ വേണം. അതാണ് ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൂർണ്ണമായി നമ്മളെല്ലാവരും തുല്യരല്ല, പക്ഷെ അവസര സമത്വം വളരെ പ്രധാനമാണ്. എന്താണ് ഇക്വിറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവസര സമത്വമാണ്. എല്ലാവർക്കും അവസരങ്ങൾക്ക് സമത്വം ഉണ്ടാക്കി കൊടുക്കുക, അതിനുവേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് കൂടുതൽ ഫെലോഷിപ്പ് നൽകുക, സംവരണം നൽകുക. ഇങ്ങനെയുള്ള കാര്യത്തിൽ കൂടി കഴിവില്ലാത്തവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ചരിത്രപരമായി മാർജിനലൈസുകൾക്കും എല്ലാം മുന്നോട്ട് വരാനുള്ള സമത്വം ഉണ്ടാക്കി കൊടുക്കുക. പ്രകൃതി നമ്മളെ തുല്യമായി ജനിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് സിദ്ധാന്തപരമാണ്.
വാസ്തവത്തിൽ സൈദ്ധാന്തികത്തിനപ്പുറം പ്രായോഗിക തലത്തിൽ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം അവസര സമത്വമാണ്. അതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റിയുടെ അർത്ഥം വളരെ ക്ലിയർ ആണ്. ഗുണപരമായ സിലബസ്, ഗുണപരമായ വിദ്യാഭ്യാസം. ഈ സ്പോർട്സ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ, കലാരംഗത്ത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എല്ലാ രംഗത്തും ക്വാളിറ്റി വേണം. ഈ ക്വാളിറ്റി വേണമെങ്കിൽ അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, അതിനുള്ള അധ്യാപകർ വേണം, വൈറ്റ് ബോർഡ് വേണം, സ്മാർട്ട് ബോർഡ് വേണം, പ്ലേ ഗ്രൗണ്ട് വേണം, എല്ലാ സാഹചര്യങ്ങളും വേണം. അഫോർഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കത് എത്രത്തോളം നമുക്ക് പ്രാപ്യമാണ്, എത്രത്തോളം നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രഹേളികയായി മാറി നിൽക്കുകയാണോ? തീർച്ചയായിട്ടും അഫോർഡബിൾ ആകണം. നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം അഫോർഡബിൾ ആകണം. അല്ലാതെ വലിയ പണക്കാർക്ക് മാത്രമേ പറ്റൂ, ഉന്നത ശ്രേണി, അതല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഇക്വാലിറ്റിയും അഫോർഡബിളുമായ വിദ്യാഭ്യാസം വേണം. പിന്നെ അഞ്ചാമതായി പറയുന്ന അക്കൗണ്ടബിലിറ്റി. കാരണം വിദ്യാഭ്യാസത്തിൽ അക്കൗണ്ടബിലിറ്റിയുടെ പ്രാധാന്യം ഒരു സ്കൂൾ ഹെഡ്മാസ്റ്റർക്കുണ്ട്, സ്കൂൾ അധ്യാപകനുണ്ട്, സ്കൂളിലെ മാനേജർക്കുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസത്തോട് ഉത്തരവാദിത്വമുണ്ട്. കുട്ടികൾക്ക് ഗുണപരമായ വിദ്യാഭ്യാസം നൽകി എന്നുള്ള കാര്യത്തിൽ അധ്യാപകന് ഉറപ്പ് വേണം, ഹെഡ്മാസ്റ്ററിന് ഉറപ്പ് വേണം, കോളേജ് പ്രിൻസിപ്പൾക്ക് ഉത്തരവാദിത്വം വേണം, വൈസ് ചാൻസലർക്ക് ഉത്തരവാദിത്വം വേണം, മന്ത്രിക്ക് ഉത്തരവാദിത്വം വേണം. അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഇത് സമൂഹത്തിന് ഗുണം ചെയ്തു, വേസ്റ്റാക്കി കളയാതെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകി, സമയത്തിന് നൽകി, അതനുസരിച്ച് കുട്ടികൾക്ക് മുന്നേറാൻ കഴിഞ്ഞു. സാങ്കേതിക വിദ്യ, നൈപുണ്യ വിദ്യാഭ്യാസം ഉൾപ്പെടെ ഇതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ, അതിനുള്ള പ്രാപ്യരാക്കിയോ, അവർക്ക് അതിനുള്ള ഒരു ശാക്തീകരണം നൽകിയോ, ഇതൊക്കെയാണ് അഫോർഡബിലിറ്റി. അപ്പോൾ ചുരുക്കത്തിൽ ഇക്വിറ്റി, ആക്സസ്, ക്വാളിറ്റി, അഫോർഡബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഈ 5 പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വിദ്യാഭ്യാസം എത്ര മാസീവായി ജനങ്ങൾക്ക് എത്തിച്ചേരാമെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഇങ്ങനെയുള്ള നേട്ടങ്ങളുള്ളപ്പോഴും നമുക്ക് അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ മാറ്റിവെക്കാൻ ഒക്കില്ല. അതായത് ഭാഷയുടെ പഠനം, ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണെങ്കിലും ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ 3 ഭാഷകൾ പഠിക്കും. അതുപോലെ തന്നെ സംസ്കൃതത്തിന് വലിയ പ്രാധാന്യമാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസം നൽകുന്നത്. ഡോക്ടർ പ്രദീപ് വർമ്മ അതേപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? അതെ, സംസ്കൃതത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന രീതിയിലാണ് ഈ എഡ്യൂക്കേഷൻ പോളിസി പ്രവർത്തിക്കുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് സംസ്കൃതത്തിൻ്റെ, അതുപോലെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൻ്റെ ഒരു പഠന രീതി നന്നായിട്ട് കൊണ്ടുവരണം എന്നാണ്. ക്ലാസിക്കൽ ഭാഷകളുടെ സംരക്ഷണം, ഇതാണ് പ്രധാനം. അതുപോലെ അതിൻ്റെ പ്രോത്സാഹനം. ഇന്ത്യൻ ഭാഷകളിൽ സംസ്കൃതം എത്രത്തോളം സ്വാധീനിച്ചു, അല്ലെങ്കിൽ പാരമ്പര്യ ഭാഷകൾക്ക് ഒരു ഉണർവുണ്ടാക്കുക. അതാണ് നമ്മളുടെ നാനാത്വത്തിലേകത്വം എന്നൊക്കെ പറയുന്നത് പോലെ അനേകം ഭാഷകളാണ് ഇവിടെ. ഈ ഭാഷകൾക്ക് ഒരു ഉണർവുണ്ടാക്കുക എന്നത് പോളിസിയുടെ ഒരു പ്രത്യേകതയാണ്. സംസ്കൃതത്തിനും അതിൻ്റെ ഗവേഷണത്തിനും വലിയ പ്രോത്സാഹനം ഇത് നൽകുന്നുണ്ട്. സംസ്കൃതം ഒരു കഠിന ഭാഷയല്ല, ഒരു കഠിനമായ വിഷയമല്ല എന്ന് സമൂഹത്തിൽ എത്തിക്കാനുള്ളൊരു ശ്രമം ഇതിലൂടെ നടത്തണമെന്നാണ്. അതിനുകൊണ്ട് നമുക്ക് സമീപന മാർഗം, വിദ്യാഭ്യാസ പദ്ധതിയിൽ സമീപന മാർഗം വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം എന്ന് പറയുന്നു. മാത്രമല്ല ത്രിഭാഷാ പദ്ധതിയിൽ മാതൃഭാഷ, അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, പിന്നെ ഒരു ഭാഷ എടുക്കാം. അത് സംസ്കൃതമായിട്ട് എടുക്കാവുന്ന രീതിയിലാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അതിൽ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും സംസ്കൃതം എല്ലാവരും എടുക്കുന്നുണ്ടോ, എല്ലാ സംസ്ഥാനവും സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ടാകും. പക്ഷേ ഇങ്ങനെ സംസ്കൃതത്തെ വേണ്ട രീതിയിൽ ചില സംസ്ഥാനങ്ങൾ എടുക്കുന്നില്ല എങ്കിലും അല്ലാത്ത രീതിയിൽ സംസ്കൃതത്തിന് വലിയ പ്രോത്സാഹനം നൽകാൻ പോളിസിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് അനേകം സ്ഥാപനങ്ങൾ, അതുപോലെ ഫെലോഷിപ്പുകൾ, ഇന്നിപ്പോൾ IIT മദ്രാസ് പോലുള്ള സ്ഥലങ്ങളിൽ സംസ്കൃതം ഒരു റിസർച്ച്, അതായത് ഗവേഷണ വിഷയമായി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ നോളജ് സിസ്റ്റം, അതിനാണ് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നോളജിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സയൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് തന്നെ ഉണ്ടായിരുന്നില്ല നമ്മുടെ സമൂഹത്തിന്. അപ്പോൾ ആ സമൂഹത്തിന് ഇല്ലായിരുന്ന ആ ഒരു അറിവിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭാരതീയമായ ഗണിതശാസ്ത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിശാസ്ത്രം എത്രത്തോളം വിശാലമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സയൻസ് എത്രത്തോളം വിശാലമായിരുന്നു, നമ്മുടെ ചികിത്സാ പദ്ധതികൾ എത്രയുണ്ടായിരുന്നു, അങ്ങനെ എല്ലാ തരത്തിലും നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം എത്രയുണ്ടായിരുന്നു എന്ന് അറിയാൻ ഏറ്റവും നല്ലതാണ് ഈ സംസ്കൃതത്തിൻ്റെ ഒരു ചേർച്ച. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി പാഠ്യപദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് സംസ്കൃതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ സംസ്കൃതത്തെ ഇന്ത്യൻ നോളജ് സിസ്റ്റവുമായിട്ട് ചേർത്ത് പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകർക്ക് പരിശീലനം കൊടുത്ത് അവർ ഇങ്ങനെയുള്ള പാഠ്യപദ്ധതിയിൽ എത്തിച്ചേരേണ്ടതാണ് കുറച്ച് ആവശ്യകതയായിട്ട് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ശരിയാണ്, അങ്ങനെയുള്ള മാറ്റങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്കിനി മറ്റൊരു വശത്തേക്ക് പോകാം. നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമല്ല, ഗവേഷണം അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനും വളരെ പ്രാധാന്യമാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിതത്തിലുള്ളത്. ഈ NEP വഴി ഗവേഷണ രംഗത്തൊക്കെ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ വനിതകൾ PhD രജിസ്റ്റർ ചെയ്തതിന്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് 136% വർധനവുണ്ടായിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സമൂഹത്തിന്, അല്ലെങ്കിൽ പൊതുവെ ഈ ഗവേഷണ മേഖലയ്ക്ക് NEP വഴി എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ശ്രീമതി S. രാജശ്രീ അതേപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? ഓക്കെ, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ, ഉൾപ്പെടുത്തലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഈ സ്ത്രീകളിലായാലും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലായാലും എല്ലാ തരത്തിലുള്ള ഒരു ഉന്നമനം
ഉന്നമനം കാണുന്നത്. അത് പർട്ടിക്കുലർ ഗവേഷണ വിഷയത്തിലും നമുക്കത് കാണാവുന്നതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂളുകളിൽ പോലും പേറ്റന്റ് ഫയൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള പേറ്റന്റ്സ് ഫയൽ ചെയ്യുന്നത് നമ്മൾ ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല പേറ്റന്റുകൾ ഫയൽ ചെയ്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, നമുക്കറിയാം പല സ്കൂളുകളിലും അടൽ ടിങ്കറിംഗ് ലാബ്സ്, അതുപോലെ പല ഫെസിലിറ്റീസ്, അതായത് അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സാങ്കേതികതകളും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതിനായിട്ട് ചെയ്യാൻ, ഒരു റിസർച്ച് ചെയ്യാനുള്ള ഒരു സാങ്കേതികമായ ഒരു എൻവയൺമെന്റ് കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് സ്കീംസും പോളിസീസും ഉണ്ട്. സ്കൂളിലാണെങ്കിൽ അടൽ ടിങ്കറിംഗ് ലാബ്, കോളേജുകളിലാണെങ്കിൽ ഇൻക്യുബേഷൻ സെന്റേഴ്സ്. ഇപ്പോൾ റിസർച്ച് എന്നുള്ള ഒരു കൾച്ചർ കുട്ടികളിൽ സ്കൂളിൽ തൊട്ട് തുടങ്ങി അത് കോളേജിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് അവരിൽ നിന്ന് PhD ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൂടുതൽ പേറ്റന്റ്സ് ഫയൽ ചെയ്യുക, പേറ്റന്റ് ഫയൽ ചെയ്യുന്നതിന് ഒരുപാട് എൻകറേജ് ചെയ്യുക, അങ്ങനെ പല സിസ്റ്റം. അപ്പോൾ ഒരു ഇക്കോ സിസ്റ്റമാണിത്. ഇത് ഫുൾ തുടക്കത്തിൽ നിന്ന് ഒരു കുട്ടിയിൽ നിന്ന് അവൻ വലുതായി ഒരു യുവാവായി അതിൽ നിന്നൊരു ശാസ്ത്രജ്ഞനെ കൊണ്ടുവരാൻ എത്രത്തോളം സാധിക്കും, അതിനെന്തൊക്കെ ചെയ്യണം, അത് മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാങ്കേതിക വിദ്യ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി കോളേജിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ വർഷം തന്നെ ആദ്യത്തെ വിഷയങ്ങളിൽ തന്നെ പലതിലും റിസർച്ച് പേപ്പർ അല്ലെങ്കിൽ സെമിനാർ ഇതൊക്കെ ചെയ്തിരിക്കണം എന്നൊരു എൻകറേജ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് അത് കരിക്കുലത്തിന്റെ ഒരു ഭാഗമാക്കിയത് കൊണ്ട് പലരും റിസർച്ച് വിഷയങ്ങളിൽ തൽപരരായി റിസർച്ചിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ സ്ത്രീകളുടെ നമ്പറിലായാലും മറ്റുള്ള വിഭാഗങ്ങളുടെ നമ്പറിലായാലും റിസർച്ച് ചെയ്യുന്നവരുടെ നമ്പറിൽ കൂടുതൽ വന്നത്. ബേസിക്കലി NEPയുടെ ഭാഗമായിട്ട് വന്നതാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ സ്ഥാപനങ്ങളിൽ വരുത്താനുള്ള ഗൈഡ് ലൈൻസും ഫ്രെയിം വർക്കും അതുകൂടാതെ അതിനുള്ള ഫണ്ടിങ്ങും അങ്ങനെ പല ആസ്പെക്ട്സും ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ പോലെയുണ്ട്. ഒരു റിസർച്ച് ഇക്കോസിസ്റ്റം നമ്മുടെ രാജ്യത്ത് വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റിസർച്ച് നടത്തി നമ്മുടെ വികസിത ഭാരതത്തിലേക്ക് ഊതിക്കുന്നു. അതോടൊപ്പം തന്നെ എംപ്ലോയബിലിറ്റിയും വലിയൊരു കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പഠിച്ചവർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി പണ്ടുണ്ടായിരുന്നു. അതുപോലെ ജോലിക്കാരെ അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലിക്കാരെ കിട്ടുന്നില്ല. ആ കാര്യത്തിൽ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം എന്താണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അല്ലെ അതുകൊണ്ട് ഈ 5 വർഷം കഴിയുമ്പോൾ എന്ത് ഗുണം അതുകൊണ്ട് ഉണ്ടായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടെന്ന് താങ്കളൊന്ന് പറയാമോ? ഡോക്ടർ ജി ഗോകുമാർ എന്ന് പറയാമോ? ഇന്ന് ലോകം വളരെ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആഗോളീകരണത്തിന് ശേഷം ലോകത്തിന്റെ കമ്പോളത്തിന്റെ സാഹചര്യം, അതിലെ ജീവിതത്തിന്റെ സാഹചര്യം തന്നെ മൊത്തത്തിൽ മാറി. ആധുനിക കാലത്തിന് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം വേണം, അതനുസരിച്ചുള്ള കരിക്കുലം ഡെവലപ്പ് ചെയ്യണം. പക്ഷെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റത്തെ ക്യാച്ചപ്പ് ചെയ്ത് അതിനനുസരിച്ചുള്ള കരിക്കുലം ഡെവലപ്മെന്റ് ആണ് അതിന്റെ പ്രധാനം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലവസരം കിട്ടത്തുള്ളൂ. ഒരു 25 വർഷം മുമ്പ് നമുക്ക് സോഫ്റ്റ്വെയറിന് ഇത്രയും മാറ്റം ഉണ്ടാവും നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഇപ്പൊ അത് കഴിഞ്ഞ് ഡിജിറ്റൽ യുഗത്തിലേക്ക് എത്തി. അപ്പൊ ഇതനുസരിച്ച് കരിക്കുലം ഡെവലപ്പ് ചെയ്യുക, കോഴ്സും സമ്പദ് വ്യവസ്ഥയും മനസ്സിലാക്കുക, ലോകത്തുണ്ടാകുന്ന സാങ്കേതിക വിദ്യ എന്താണെന്ന് അറിയുക, നൈപുണ്യരംഗം. ആ നൈപുണ്യരംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈ ലെവൽ മാത്രമല്ല, ഈ താഴെത്തട്ടിൽ പോലും സ്കൂൾ ലെവലിൽ പോലും സ്കില്ല് വേണം, കോളേജ് ലെവലിൽ വേണം, ഇനി ITIകളിലും ITCകളിലും വേണം, ഗവേഷണ രംഗത്തും ഔഷധ മേഖലയും എല്ലായിടത്തും പുതിയ നൈപുണ്യം അടിസ്ഥാനത്തിലുള്ള പുതിയ പ്രോഡക്റ്റുകൾ വരികയാണ്. ഇത് കണക്കാക്കിയുള്ള വിദ്യാഭ്യാസം കൂടി നമ്മുടെ രംഗത്തുണ്ടായാൽ മാത്രമേ എംപ്ലോയബിലിറ്റി ഉണ്ടാവൂ. അപ്പോൾ ആ എംപ്ലോയബിലിറ്റി വരണമെങ്കിൽ അധ്യാപകർക്ക് പരിശീലനം വേണം, അവർക്ക് എക്സ്പോഷർ വേണം, സിലബസിൽ കാതലായ മാറ്റങ്ങൾ വരണം. പക്ഷേ ഇതിന്റെ വലിയൊരു പരിധിവരെ ഇതിന്റെ വിജയം നിൽക്കുന്നത് അധ്യാപകർക്ക് കൊടുക്കുന്ന പരിശീലനത്തിലും അതിൽ കിട്ടുന്ന സൂപ്പർവിഷനിലും മാർഗനിർദ്ദേശത്തിലും പിന്നെ തീർച്ചയായിട്ടും ഫണ്ടിങ്ങിലും അതുവഴി കൂടുതൽ ശാക്തീകരണത്തിലുമാണ്. ഈ തലത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് രാജ്യത്തിനകത്ത് തൊഴിലവസരം വർദ്ധിക്കും, ലോകത്തിലെ തൊഴിൽ സപ്ലൈക്ക് നമുക്ക് പറ്റും. പരമ്പരാഗതമായ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് നമ്മളിന്ന് മാനുഫാക്ചറിംഗ് രംഗത്തിലേക്ക് എത്തി, വ്യവസായിക രംഗത്തേക്ക് എത്തി. ഇതോടൊപ്പം ലോകത്തിലെ 5 പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ ഒന്നായി പല രംഗത്തും നമ്മൾ മുന്നേറി. അപ്പോൾ ഇത് കൂടുതൽ കാച്ചപ്പ് ചെയ്യുകയും ലോകത്തിന് തന്നെ 3ാമത്തെ സാമ്പത്തിക ശക്തിയെ നമ്മൾ വളരെ താമസിയാതെ മാറുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മുൻപന്തിയിൽ തന്നെ വരണം. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ചൈനയാണ് 1ാം സ്ഥാനത്ത് എണ്ണത്തിൽ. അമേരിക്ക 3ാം സ്ഥാനത്തേ ഉള്ളൂ, ഇന്ത്യ 2ാം സ്ഥാനത്താണ്. അപ്പോൾ അതനുസരിച്ചുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോഴേ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് പൂർണ്ണ വിജയം കിട്ടത്തുള്ളൂ. ഇങ്ങനെയുള്ള ഈ തയ്യാറെടുപ്പുകളുടെ ഒരു പ്രധാന ഭാഗമാണ് വിവിധ സ്ഥാപനങ്ങളുമായിട്ടുള്ള സഹകരണം. ഈ രംഗത്ത് എത്രമാത്രം മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായി ശ്രീമതി എസ് രാജശ്രീ എന്ന് പറയാമോ? ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ റിസർച്ച് ലാബുമായിട്ടുള്ള കൊളാബറേഷൻ, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അതായത് കുട്ടികൾ അവരുടെ പഠനകാലത്ത് തന്നെ ഇൻഡസ്ട്രിയുമായിട്ട് അല്ലെങ്കിൽ റിസർച്ച് ലാബുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രോജക്ട്സ് ചെയ്യണം, ഇന്റേൺഷിപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ AICT നിഷ്കർഷിക്കുന്നുണ്ട് ഓരോ സ്ഥാപനവും ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും AICT സാങ്കേതിക വിദ്യാഭ്യാസത്തിനോട് അനുബന്ധിച്ചുള്ള ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അതായത് മിനിമം നിങ്ങൾ ഇത്രയധികം ഇൻഡസ്ട്രിയുമായിട്ട് ഇത്രയധികം റിസർച്ച് ലാബുമായിട്ട്. അപ്പോൾ CDAC, ഇപ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനം CDAC, ഞങ്ങൾ ഒരു റിസർച്ച് ലാബാണ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനുമായിട്ടും ധാരാളം തിരുവനന്തപുരത്ത് തന്നെ ധാരാളം കോളേജസുമായിട്ടും കേരളത്തിലെ പല കോളേജസുമായിട്ട് കൊളാബറേറ്റീവ് റിസർച്ച് ചെയ്യുന്നുണ്ട്. കൊളാബറേറ്റീവായിട്ട് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും എഗ്രിമെന്റും ഉണ്ട്.
നമ്മൾ പല പ്രോജക്ട്സും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രോജക്ട്സ് പല സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് കൊളാബറേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നാഷണൽ ലെവലിൽ, ഇതുപോലെ തന്നെ നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ അമേരിക്കയുടെ, അങ്ങനെ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റേഷൻ നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ പറ്റിയും വിദ്യാഭ്യാസത്തിന്റെ ഡിജിറ്റൽ വൽക്കരണത്തെ പറ്റിയും പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. നമുക്ക് അതുകൂടി ചർച്ച ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചാലോ? ശ്രീമതി എസ് രാജശ്രീ എന്താണ് പറയുന്നത്? ഇപ്പോൾ സിഡാക് എന്ന് പറയുന്നത് പൊതുവേ ഒരു R&D ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ IT-യിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്ന റിസർച്ചിൽ സ്റ്റുഡൻസിനെ നമ്മൾ ഓൺബോർഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. എഡ്യൂക്കേഷൻ പറയുമ്പോൾ സ്റ്റുഡൻസ് ആണല്ലോ. ഈ കുട്ടികൾ നമ്മളിൽ പല റിസർച്ച് പ്രോജക്ട്സിലും നമ്മൾ അവരുടെ സ്ഥാപനങ്ങൾ വഴി, നേരിട്ടല്ല അവരുടെ സ്ഥാപനങ്ങൾ വഴി നമ്മളെ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കരിക്കുലത്തിലാണെങ്കിൽ തന്നെ ധാരാളം കമ്പോണൻസ്, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആവട്ടെ, മെഷീൻ ലേണിംഗ് ആവട്ടെ, അത് പണ്ട് ചില എന്താ പറയുക ബ്രാഞ്ചുകളിൽ മാത്രമാണ് പഠിപ്പിച്ചിരുന്നത്. ഇന്ന് അത് കൂടുതൽ എല്ലാ ഫീൽഡിലും ഒരുമിച്ച് പല സ്ഥലത്തും ഉപയോഗിക്കാവുന്ന ടെക്നോളജീസ് ആയതുകൊണ്ട് ഇത് എല്ലാവരിലും എത്തിക്കുക, ഇതിന്റെ ഫണ്ടമെന്റൽസ്, അതിന്റെ സാങ്കേതികത്വം മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അവരവരുടെ പ്രവർത്തന മേഖലയിൽ ഉൾപ്പെടുത്താനുമുള്ള ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതും NEP-യുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇക്കാര്യത്തെ കുറിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ ജി ഗോപകുമാർ സാറിന് എന്തെങ്കിലും പറയാനുണ്ടാവും തോന്നുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ വന്ന പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ എത്രയോ ഉയർന്നു. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടായിരുന്നു. ഇന്ന് എത്രയോ നമ്മൾ അതിൽ നിന്ന് മാറി. ഇന്ന് ലോകത്തിലെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മൾ മാറി. ഇപ്പോൾ കൂടുതൽ സാങ്കേതികവിദ്യ, ഡിജിറ്റൽ ഡെവലപ്മെന്റ്, അതുവഴിയുള്ള കണക്ടിവിറ്റി. ഈ കണക്ടിവിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തും. അത് ഏറ്റവും സാങ്കേതികപരമായി മാത്രമല്ല സാർവ്വവ്യാപിയായി എത്തും എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള പരിശീലനം എല്ലാ തലത്തിലും നൽകണം. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ IT രംഗം തുടങ്ങുമ്പോൾ നമ്മൾ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട രാജ്യമായി മാറിയ Y2K ഓർക്കുന്നുണ്ടാവും. 2000 ആണ്ട് വന്നപ്പോഴാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലുള്ള രാജ്യമായി മാറി. ഇപ്പോൾ സോഫ്റ്റ്വെയർ രംഗത്ത് ലോകത്തിലെ ആദ്യത്തെ രാജ്യം, പ്രധാനപ്പെട്ട രാജ്യമായി ഭാരതത്തെ കണക്കാക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ്, സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ പോലും ഇന്ന് അമേരിക്കയിലെ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ കമ്പനികളിൽ പ്രവർത്തിക്കുന്നു. ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് ഡിജിറ്റലിലും കാച്ചപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ പഴയ രീതിയിലെ വിദ്യാഭ്യാസ സമ്പ്രദായമല്ല വരുന്നത്. വളരെ ഫാസ്റ്റായിട്ട് പഠിച്ച് അത് യൂട്ടിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ഇത് സാങ്കേതിക വിദ്യ താഴെത്തട്ടിലേക്ക് എത്തിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കതിനുള്ള ജീൻസ് ഉണ്ട്, നമുക്കതിനുള്ളൊരു പശ്ചാത്തലമുണ്ട്. അതനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചറും ട്രെയിനിങ്ങും ലീഡർഷിപ്പും ഉണ്ടാകുമ്പോൾ അത് വലിയ നിലയിൽ മുന്നേറാൻ കഴിയും. അങ്ങനെ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതുന്നത്. കാരണം അടുത്ത കാലം വരെ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത നേട്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ദേശീയ വിദ്യാഭ്യാസ നയം കഴിഞ്ഞ 5 വർഷങ്ങളിൽ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. അതേപ്പറ്റി വിശദമായി സംസാരിച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ, തിരുവനന്തപുരം സംസ്കൃത കോളേജ് വ്യാകരണ വകുപ്പ് മേധാവിയും പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ പ്രദീപ് വർമ്മ, സിഡാക്കിന്റെ സീനിയർ ഡയറക്ടറും സയന്റിസ്റ്റുമായ ശ്രീമതി എസ് രാജശ്രീ എന്നിവർക്ക് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.